ഒരു 3 മാസത്തേക്ക് ഞങ്ങൾക്ക് അവിടുന്ന് ഫോൺ ചെയ്യാനോ അതിനുള്ള മറ്റുള്ള സൗകര്യങ്ങളൊന്നും കാർഗിൽ ഏരിയയിൽ നിന്ന് ഞങ്ങൾക്കില്ല. സാറ്റലൈറ്റ് ഫോൺ ത്രൂ ആണ് സാധാരണഗതിയിൽ ഫോൺ ചെയ്യുന്നത്. പക്ഷേ ഈ യുദ്ധസമയത്ത് അതിനുള്ള സൗകര്യം കിട്ടിയില്ല. അങ്ങനെയായിരിക്കുമ്പം ഇവിടെ ഒരു റൂമറുണ്ടായി, യുദ്ധത്തിൽ പോയെന്നൊക്കെ പറഞ്ഞുള്ള ഒരു വിത്ത് സിറ്റുവേഷനൊക്കെ കുടുംബത്തിൽ ഉണ്ടായിരുന്നു. ഒരു കല്ലിൻ്റെ അടിയിൽ പകുതിയോളം ഞങ്ങൾ ഐസിനകത്ത് മുങ്ങിക്കൊണ്ട് ഞങ്ങളുടെ ഇത്രയും തലഭാഗങ്ങൾ ഞങ്ങൾക്ക് പുറത്തേക്ക് ഉണ്ട്, ശ്വാസമുണ്ട്. പക്ഷേ ചുറ്റും ഐസ് വന്ന് മൂടിക്കിടക്കാണ്. അത്രയും ഭാഗം ഒരു സ്പേസ് ഉണ്ട്. ആ സ്പേസിനകത്ത് ഞങ്ങൾ കിടക്കുകയാണ്. അർദ്ധബോധാവസ്ഥയിലാണ് കിടക്കുന്നത്. ഇങ്ങനെ ഉറങ്ങുന്നുണ്ട്, മയങ്ങുന്നുണ്ട്, ഒച്ച കേൾക്കുന്നുണ്ട്. ഇങ്ങനെ വീട്ടുകാരെക്കുറിച്ചും എല്ലാവരെക്കുറിച്ചും ചിന്തിക്കുന്ന നല്ല ബോധം, മനസ്സിനകത്ത് തികഞ്ഞ ബോധം. അപ്പോൾ എന്നെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച ഒരാളിങ്ങനെ കിടക്കുന്നതായിട്ട് എനിക്കിങ്ങനെ തോന്നുകയാണ്. തീർച്ചയായിട്ടും എനിക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നു, ഈശോയാണ് എൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്നതെന്നും എന്നെ രക്ഷിച്ച് ഇവിടെ കൊണ്ടുവന്ന ഈശോയാണെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമാണ്. ആദ്യമൊക്കെ ഞാൻ പരിശുദ്ധ കുർബാനയിൽ എൻ്റെ ബേക്കിലും എൻ്റെ സെൻറ്ററിലൊക്കെ ആയിരുന്നു. ഇപ്പോൾ ഞാൻ ഏറ്റവും മുമ്പിൽ നിന്നിട്ടേ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുകയുള്ളൂ. അവിടെ ആൾക്കാരിൽ ഈശോ ഇങ്ങനെ വന്ന് നിൽക്കുന്നതായിട്ടൊക്കെ എൻ്റെ കൺമുമ്പിൽ ഇങ്ങനെ ഞാൻ കാണാറുണ്ട്. എൻ്റെ പേര് ജോളി ജെയിംസ്. ഞാൻ കൽപ്പറ്റ ഡീപ്പോൾ ഇടവക്കാരനാണ്. ഞാനൊരു മുൻ പട്ടാളക്കാരനാണ്. ഭാര്യയുടെ പേര് ലിസ, മകൻ്റെ പേര് ആബേൽ, മകളുടെ പേര് അഞ്ജലി. ഞാൻ വയനാട്ടിലെ ഒരു കുടിയേറ്റ കുടുംബത്തിൽ ജനിച്ച 9 മക്കളിലെ 8ാമത്തെ മകനാണ്. 17ാമത്തെ വയസ്സിൽ ആർമിയിൽ പോയ സമയത്ത് ഞാൻ പല സ്ഥലങ്ങളിലും ഞാൻ ജോലി ചെയ്തിട്ടുണ്ട്. വളരെ ദുർഘടമായ അവസ്ഥകളിൽ കൂടി കടന്നു പോയിട്ടുണ്ട്. യുദ്ധങ്ങളിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. കാർഗിൽ യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. ഞാനൊരു മെക്കാനിക്കാണ്. അപ്പം മെക്കാനിക്കലായിട്ട് പല ഡെറ്റുകളിലും വർക്ക് ചെയ്ത് എനിക്ക് ഡ്യൂട്ടി ഉണ്ട്. ഡെറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫൈറ്റിംഗ് ഫോഴ്സിന് സർവീസ് കൊടുക്കുക എന്നുള്ളതാണ്. അവരുടെ വാഹനങ്ങൾ റിപ്പയർ ചെയ്യുക, അവരുടെ തൂക്കുകൾ റിപ്പയർ ചെയ്യുക. അപ്പോൾ ഞാൻ വാഹനങ്ങൾ റിപ്പയർ ചെയ്യുന്നതിൻ്റെ എൻജിനീയറാണ്. അന്നൊക്കെ എനിക്ക് വളരെ അനുഗ്രഹപ്രദമായ അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിലൂടെ കടന്നു പോയിട്ടുണ്ട്. ജോബ് ട്രെയിനിങ് കഴിഞ്ഞ് എൻ്റെ ഡിപ്ലോമ ട്രെയിനിങ് കഴിഞ്ഞിട്ട് ചെല്ലുന്നത് ജലന്ധറിലാണ് എനിക്ക് പോസ്റ്റിംഗ് കിട്ടുന്നത്. അപ്പോൾ ജലന്ധറിൽ നിന്നാണ് ഞങ്ങളുടെ വർക്ക്ഷോപ്പിന് ഡെറ്റുമായിട്ട് ബ്ലൂ സ്റ്റാർ ഓപ്പറേഷനിൽ പങ്കെടുക്കാനായിട്ട് പറയുന്നത്. അന്നേരം ഞങ്ങൾ ഗോൾഡൻ ടെമ്പിളിൻ്റെ അടുത്ത് പോയി വളരെ പേടിച്ച് അവിടെ നിൽക്കുന്നത്. കാരണം ഈ ഗോൾഡൻ ടെമ്പിളിൻ്റെ ചുറ്റും ടാങ്കുകൾ നിർത്തിയിരിക്കുകയാണ്. ഇവിടെ ഹെലികോപ്റ്ററിൽ വരെ ഇറങ്ങുന്നവരെ ഈ ഗോൾഡൻ ടെമ്പിളിനകത്തുനിന്ന് വെടിവെച്ച് ഇടുന്ന ഒരവസ്ഥ. അതുപോലെ തന്നെ ഭയങ്കര ഒരു ഘോരമായ ഒരു അവസ്ഥയ്ക്കകത്ത് ഒന്നും അറിയാത്ത ഇപ്പോൾ എന്താ സംഭവിക്കുന്ന എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു ആക്സിഡൻറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ വേഗം പോയി ഇങ്ങനെ എത്തി നോക്കിയാലേ അതുപോലത്തെ ഒരു അവസ്ഥയിലായിരുന്നു അത്. എൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്ന എൻ്റെ സീനിയേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അവർ പറഞ്ഞു, അങ്ങോട്ട് അടുത്തേക്ക് പോകരുത്, നിങ്ങൾ ഇവിടെ നിന്നാൽ മതി, അല്ലെങ്കിൽ ഇവിടെ നിന്നുള്ള കാര്യങ്ങളെ ചെയ്യാവുള്ളൂ എന്നൊക്കെ പറഞ്ഞ് വളരെ ഇൻസ്ട്രക്ഷനോട് കൂടി തന്നെ ആർമിനെ അങ്ങനെ നീങ്ങാറുള്ളൂ. അത് എൻ്റെ ആദ്യത്തെ യുദ്ധമാണ്. അതിനുശേഷം ബ്രാസ് ട്രക്ക് ഓപ്പറേഷൻ, അതും പാകിസ്ഥാനുമായിട്ടായിരുന്നു. ഞങ്ങൾ രാജസ്ഥാനിലായിരുന്നു. ആ സമയത്ത് ഞങ്ങളുടെ ഓഫീസർമാർ ഇങ്ങനെ വന്ന് ഞങ്ങൾക്ക് ക്ലാസ് എടുക്കും. നിങ്ങൾ പതറരുത്, നിങ്ങൾ ഓടരുത്, യുദ്ധം ഇങ്ങനെയാണ് വരുന്നത്. അപ്പം കുറച്ചൊരു വിവരം വെച്ചു യുദ്ധത്തിൽ. പക്ഷേ അതിനുശേഷം കാർഗിൽ യുദ്ധത്തിൽ വന്നു കഴിഞ്ഞപ്പം അവിടെ ഒരു സഞ്ജോഗ് ബ്രിഡ്ജ് എന്ന് പറഞ്ഞ ബ്രിഡ്ജുണ്ട്. ഞങ്ങൾ ഇതിൽ കാൺവായ്ക്കൊക്കെ പോകുമ്പോൾ എടുത്തു കഴിയുമ്പോൾ തൊട്ടപ്പുറത്ത് നിന്നുകൊണ്ട്, മതിലിന് അപ്പുറത്ത് നിന്നുകൊണ്ട് പാകിസ്ഥാൻ ഫോഴ്സുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചലഞ്ച് ചെയ്തുകൊണ്ട് യുദ്ധം ചെയ്യേണ്ടി വന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട്. യുദ്ധം ചെയ്യേണ്ടി വന്നിട്ടില്ല, ഞങ്ങളവിടെ ആംനേഷൻ എത്തിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ മെയിൻ ഡ്യൂട്ടി. അവരെ ഫൈറ്റിംഗ് ഫോഴ്സ് ഉണ്ട് അവിടെ. ഞങ്ങൾക്ക് ഇവർക്ക് ഇത്ര തീർന്നതനുസരിച്ചിട്ട് ഞങ്ങൾ ബേസ് ക്യാമ്പിൽ നിന്ന് അല്ലെങ്കിൽ ക്യാമ്പിൽ നിന്ന് ആംനേഷൻ അവരുടെ അടുത്തേക്ക് എത്തിക്കുക, അതൊക്കെ ഞങ്ങൾ വളരെ ഭംഗിയായി ചെയ്തിട്ടുണ്ട്. അപ്പം തൊട്ടടുത്ത് നിന്ന് യുദ്ധത്തെ വീക്ഷിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒരു 3 മാസത്തേക്ക് ഞങ്ങൾക്ക് അവിടുന്ന് ഫോൺ ചെയ്യാനോ അതിനുള്ള മറ്റുള്ള സൗകര്യങ്ങളൊന്നും കാർഗിൽ ഏരിയയിൽ നിന്ന് ഞങ്ങൾക്കില്ല. സാറ്റലൈറ്റ് ഫോൺ ത്രൂ ആണ് സാധാരണഗതിയിൽ ഫോൺ ചെയ്യുന്നത്. പക്ഷേ ഈ യുദ്ധസമയത്ത് അതിനുള്ള സൗകര്യം കിട്ടിയില്ല. അപ്പോൾ വീട്ടിലേക്ക് കത്തുകളും വരുന്നില്ല, യാതൊരു വിധത്തിലുള്ള ഇൻഫോർമേഷനും ഇല്ല. ഇതുപോലത്തുള്ള മൊബൈൽ ഫോണുകളൊന്നും അന്നത്തെ കാലത്ത് ഇല്ല. അങ്ങനെയായിരിക്കുമ്പം ഇവിടെ ഒരു റൂമറുണ്ടായി, ഞാൻ മരിച്ചുപോയി, അല്ല യുദ്ധത്തിൽ ഞാൻ പോയെന്നൊക്കെ പറഞ്ഞുള്ള ഒരു വിത്ത് സിറ്റുവേഷനൊക്കെ കുടുംബത്തിൽ ഉണ്ടായിരുന്നു. 3 മാസത്തേക്ക് പോസ്റ്റിലേക്ക് ഞങ്ങളെ ഡ്യൂട്ടിക്കായിട്ട് നിയോഗിക്കും. മഞ്ഞുമലയുടെ മുകളിലുള്ള പോസ്റ്റുകളാണ്. അപ്പോൾ ഞങ്ങൾ പ്രത്യേക ഇൻഫൻട്രിയുടെ കൂട്ടത്തിലാണ് എനിക്ക് പോകേണ്ടി വന്നത്. ജാക്കറ്റ് റൈഫിൾസിൻ്റെ കൂട്ടത്തിലായിരുന്നു പോകേണ്ടിരുന്നത്. അപ്പോൾ ഞങ്ങൾ 99 നവംബർ മാസത്തിൽ, അപ്പം ഐസ് വീഴാൻ തുടങ്ങിയിട്ടുണ്ട്. നല്ല സ്നോഫാളിങ് നടക്കുന്ന സമയമാണ്. ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഞങ്ങൾ 10 പേരടങ്ങുന്ന ഒരു ടീമായിരുന്നു. പെട്ടെന്ന് ആ ഭാഗത്തൊരു അവലാഞ്ച് വന്നു.
മഞ്ഞുമല ഇറങ്ങി വന്ന് സ്ലൈഡിൽ കൂടി ഇങ്ങോട്ട് വരുന്ന അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ് അവലാഞ്ച് എന്ന് പറയുന്നത് കർവാസൊക്കെ. അപ്പം ഞങ്ങൾ ഫുൾ ഡ്രസ്സിലായിരുന്നു ഞങ്ങൾ പോകുന്നത്. ഞങ്ങളുടെ സ്നോ ഡ്രസ്സ് കംപ്ലീറ്റിലാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഏറ്റവും ബേക്കിലായിട്ടാണ് സഞ്ചരിച്ചുകൊണ്ടിരുന്നത്. എൻ്റെ തൊട്ട് മുമ്പിൽ വേറെ എൻ്റെ ഒരു സുഹൃത്തും കൂടി ഉണ്ടായിരുന്നു. ഈ അവലാഞ്ച് വന്നിട്ട് ഈ അവലാഞ്ചിനകത്ത് ഞങ്ങളെല്ലാം അടിച്ചു പോയി. അവലാഞ്ചിനകത്തേക്ക് തിരിച്ച് താഴോട്ട് പോകുന്നു. താഴോട്ട് എവിടെയാണ് പോകുന്നതെന്ന് അറിയത്തില്ല. അപ്പോൾ അതിനകത്ത് കുറച്ചധികം കാഷ്വാലിറ്റീസൊക്കെ സംഭവിച്ചു. എൻ്റെ കൂട്ടത്തിലുള്ള ഞാനും എൻ്റെ ഒരു സുഹൃത്തും കൂടി ഒരു കല്ലിൻ്റെ അടിയിൽ പകുതിയോളം ഞങ്ങൾ ഐസിനകത്ത് മുങ്ങിക്കൊണ്ട് ഞങ്ങളുടെ ഇത്രയും തലഭാഗങ്ങൾ ഞങ്ങൾക്ക് പുറത്തേക്ക് ഉണ്ട്, ശ്വാസമുണ്ട്. പക്ഷേ ചുറ്റും ഐസ് വന്ന് മൂടിക്കിടക്കാണ്. അത്രയും ഭാഗം ഒരു സ്പേസ് ഉണ്ട്. ആ സ്പേസിനകത്ത് ഞങ്ങൾ കിടക്കുകയാണ്. അർദ്ധബോധാവസ്ഥയിലാണ് കിടക്കുന്നത്. ഇങ്ങനെ ഉറങ്ങുന്നുണ്ട്, മയങ്ങുന്നുണ്ട്, ഒച്ച കേൾക്കുന്നുണ്ട്. ഇങ്ങനെ വീട്ടുകാരെക്കുറിച്ചും എല്ലാവരെക്കുറിച്ചും ചിന്തിക്കുക. നല്ല ബോധം, മനസ്സിനകത്ത് തികഞ്ഞ ബോധം. അപ്പോൾ എന്നെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച ഒരാളിങ്ങനെ കിടക്കുന്നതായിട്ട് എനിക്കിങ്ങനെ തോന്നുകയാണ് എൻ്റെ ഇതിൽ. പിന്നെ 3-ാം ദിവസമാണ് ഞങ്ങളെ കണ്ടെടുത്തപ്പോൾ എൻ്റെ ആ സുഹൃത്തിന് കുറച്ച് പരിക്കുണ്ടായിരുന്നു. എൻ്റെ കാലിന് അവൻ്റെ അകത്ത് ഐസ് ചിൽബ്രിൻ കയറിയിട്ട് കാലിൻ്റെ ഒരു വിരൽ മുറിച്ച് കളയേണ്ട ഒരു അവസ്ഥ വന്നു. ഹോസ്പിറ്റലിലേക്കാണ് എന്നെ കൊണ്ടുവരുന്നത്. വളരെ പെട്ടെന്ന് തന്നെ 24 മണിക്കൂറിനകം തന്നെ ഞാൻ ശരിയായ അവസ്ഥയിലേക്ക് തിരിച്ചു വന്നു. തീർച്ചയായിട്ടും എനിക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നു, ഈശോയാണ് എൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്നെന്നും എന്നെ രക്ഷിച്ച് ഇവിടെ കൊണ്ടുവന്നത് ഈശോയാണെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമാണ്. 3 മാസം ഞങ്ങൾക്ക് അവിടെ പോയിട്ടുണ്ടെങ്കിൽ പോസ്റ്റിൽ സർവീസ് ചെയ്യണം. അപ്പം 3 മാസം സർവീസ് ചെയ്യുമ്പോൾ 3 മാസത്തെ ട്രെയിനിങ് ഉണ്ട്. അതിന് ആ പോസ്റ്റിലേക്ക് പോകാനായിട്ടുള്ള ഒരു ട്രെയിനിങ് ഉണ്ട് ബേസ് ക്യാമ്പിൽ വെച്ച്. അപ്പോൾ എനിക്കറിയാവുന്ന പ്രാർത്ഥന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ സർവ്വസ്നായ പിതാവ് ചൊല്ലും, വിശ്വാസ പ്രമാണം ചൊല്ലും, നന്മ നിറഞ്ഞ മറിയം ചൊല്ലും. കൊന്ത പൂർണ്ണമായിട്ടൊന്നും എത്തിക്കില്ല. കിട്ടുന്ന സമയത്ത് രാത്രിയിലും രാവിലെയും തീർച്ചയായിട്ടും ചൊല്ലുമായിരുന്നു. ഇതാണ് പ്രാർത്ഥനയായിട്ട് അന്നുണ്ടായിരുന്ന എക്സ്പീരിയൻസ്. എങ്ങനെയാണോ ഞാൻ മിലിറ്ററി പോയത് അതുപോലെ തന്നെ തിരിച്ചു വന്നിട്ട് ഞാനിപ്പോൾ 20 വർഷമായി. 24 വർഷം ഞാൻ മിലിറ്ററി സർവീസ് ചെയ്തു. 20 വർഷം ഞാനിപ്പം ഇവിടെ ഗവൺമെൻറ് സർവീസ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഞാൻ ഒരു പുസ്തകത്തിനകത്ത് എഴുതി വെക്കുകയാണെങ്കിൽ എൻ്റെ ഓരോ ദിവസവും എനിക്ക് അനുഗ്രഹങ്ങൾ തന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ഈശോയുമായിട്ട് അടുത്ത് നിൽക്കുന്നതുകൊണ്ടും ഈശോയുടെ പ്രാർത്ഥനയിൽ കൂടി കഴിക്കുന്നതുകൊണ്ടും വിശ്വാസത്തിലൂടെ കഴിയുന്നതുകൊണ്ടും മാത്രമാണ്. വേറെ ആരും എന്നെ രക്ഷിക്കാനില്ല, എന്നെ ഈശോ മാത്രമേ എന്നെ രക്ഷിക്കുള്ളൂ എന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടു കൂടി മുമ്പോട്ട് പോകുന്നതുകൊണ്ടാണ്. ഈ മിലിറ്ററി തന്നെയാണെങ്കിലും അവർ ഫോർവേഡ് ചെയ്യുന്ന സമയത്ത് ഓരോരുത്തരും അവരായിട്ടുള്ള മതപരമായിട്ടുള്ള പൂജകളും കാര്യങ്ങളും കഴിഞ്ഞിട്ട് ഓരോ യുദ്ധത്തിനും ഓരോ മൂവ്മെൻറ്റ്സും അവർ നടത്താറുള്ളൂ. അപ്പം ദൈവവിശ്വാസം മിലിറ്ററിക്കകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞങ്ങൾക്ക് മന്ത്രി പരേഡ് എന്ന് പറഞ്ഞ ഒരു ഡേ തന്നെയുണ്ട്. നമ്മൾ ഞായറാഴ്ച പള്ളിയിൽ പോകുന്ന പോലെ ഓരോ യൂണിറ്റിനും മന്ത്രി പരേഡ്. അന്ന് മന്ത്രിയിൽ പോയിക്കണം. അന്ന് അവിടെ നമ്മൾ ആരാധിക്കുന്ന എല്ലാ ദൈവങ്ങളും അവിടെ ഉണ്ടാവും. അവരവരുടെ ഇതിനകത്ത് പ്രാർത്ഥിച്ചോളുക. നോൺ വെജ് ഒന്നും കഴിക്കുകയില്ല. വെജിറ്റേറിയൻ മാത്രമേ അന്നത്തെ ദിവസം ഭക്ഷണമുള്ളൂ ഫുൾ ഡേയിൽ. അപ്പോൾ അങ്ങനെയുള്ള സിസ്റ്റമൊക്കെ ആർമിക്കകത്തുണ്ട്. അപ്പോൾ ആർമിക്കകത്തുള്ളവർ 99% ദൈവവിശ്വാസികൾ തന്നെയാണ്. ആത്മീയ ജീവിതത്തിൽ കിട്ടുന്ന അത്ര ആനന്ദം മറ്റൊരു ജീവിതത്തിൽ കിട്ടിയല്ല. അന്നത്തെ ജീവിതം എന്ന് പറയുന്നത് എൻ്റെ അതിജീവനത്തിൻ്റെ ഒരു മാർഗം കൂടിയായിരുന്നു. നമ്മൾ ഒറ്റപ്പെട്ടു പോകുമ്പോഴും അല്ലെങ്കിൽ നമുക്ക് പലവിധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വരുമ്പോഴും നമുക്ക് ഏറ്റവും ചേർത്ത് പിടിക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും കൂട്ടായി ഇരിക്കാൻ പറ്റുന്നത് നമ്മുടെ വിശ്വാസവും നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ ദൈവവുമാണെന്നുള്ള ബോധ്യം ഈ ആത്മീയ ജീവിതത്തിൽ കൂടിയേ കിട്ടുള്ളൂ. ഒന്ന് എൻ്റെ വിശ്വാസമാണ് ഏറ്റവും കൂടുതൽ എന്നെ ശക്തിപ്പെടുന്നത്. രണ്ടാമത്തെ എൻ്റെ പ്രാർത്ഥനകൾ. ഞാൻ 4 മണിക്ക് എഴുന്നേൽക്കുന്ന വ്യക്തിയാണ്. അതെൻ്റെ ഡ്യൂട്ടി സ്ഥലത്താണെങ്കിലും വീട്ടിലാണെങ്കിലും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കും. അരമണിക്കൂർ ബൈബിൾ വായിക്കും. എന്നെക്കൊണ്ട് കഴിയുന്ന വിധത്തിലുള്ള പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ഞാൻ ചെയ്യും. മാസത്തിൽ ഒരു പ്രാവശ്യം ഞാൻ ഇവിടുന്ന് ഫുഡ് ഇവിടെ ഉണ്ടാക്കിയിട്ട് ഞാൻ ഈ ടൗണിൽ കൊണ്ടു കൊടുക്കും. അത് കഴിഞ്ഞ് 2 വർഷമായിട്ട് ഞാൻ തുറന്നുകൊണ്ടിരിക്കുന്നു. ബൈബിൾ വചനങ്ങൾ മറ്റൊരാളോട് എനിക്ക് പറയാൻ എനിക്കൊരു അവസരം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാനത് മറ്റുള്ളവരോട് പറഞ്ഞ് അവരെ ഇൻസ്പയർ ചെയ്യിക്കാൻ ശ്രമിക്കും. ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം വിശുദ്ധ കുർബാനയാണ്. അത് ഇപ്പം തുടർച്ചയായി പങ്കെടുക്കാൻ പറ്റാത്തതിൻ്റെ ഒരു വിഷമം മാത്രമേ എനിക്കുള്ളൂ. അതെൻ്റെ ജോലിയുടെ ഭാഗമായിട്ടാണ്. എന്നാലും ഓൺലൈനിൽ കൂടിയെങ്കിലും ഞാൻ വിശുദ്ധ കുർബാന ഞാൻ കണ്ടിരിക്കും. അപ്പോൾ ആ ശക്തികളാണ് എന്നെ ഇപ്പം മുമ്പോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് സുഖമില്ലാതെ കിടന്ന ഈ മാസം തന്നെ അന്ന് എനിക്ക് പെട്ടെന്ന് ഞാൻ ഈ ഓൺലൈൻ കുർബാന കഴിഞ്ഞ് അപ്പോൾ അരൂപിയിൽ കുർബാന കൊടുക്കുന്ന സമയത്ത് പെട്ടെന്ന് എനിക്ക് കുർബാന കിട്ടുന്നതായിട്ട് അതിൻ്റെ ഇത് എനിക്ക് ആസ്വദിച്ചറിയാനും പെട്ടെന്ന് തന്നെ ഞാൻ എഴുന്നേറ്റ് ചോദിച്ചു, ഭാര്യയോട് ചോദിച്ചു, എവിടെ അച്ഛൻ വന്നിട്ട് പോയോ എന്ന് ചോദിച്ചു. പുള്ളിക്കാരത്തി അവിടെ ഇരുന്ന് ചിരിച്ചു. ആദ്യമൊക്കെ ഞാൻ പരിശുദ്ധ കുർബാനയിൽ എൻ്റെ ബേക്കിലും എൻ്റെ സെൻറ്ററിലൊക്കെ ആയിരുന്നു. ഇപ്പോൾ ഞാൻ ഏറ്റവും മുമ്പിൽ നിന്നിട്ട് പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുകയുള്ളൂ. അവിടെ ആൾക്കാരിൽ ഈശോ ഇങ്ങനെ വന്ന് നിൽക്കുന്നതായിട്ടൊക്കെ എൻ്റെ കൺമുമ്പിൽ ഇങ്ങനെ ഞാൻ കാണാറുണ്ട്. വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.